യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ആണ് ചർച്ച ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് യൂണിറ്റ്സ്, എന്താണ് മെഷർമെന്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് എന്താണ് മെഷർമെന്റ് എന്ന് പരിശോധിക്കാം. മെഷർമെന്റിന്റെ മലയാളം അളവുകൾ അല്ലെ, അളവ്. ആക്ച്വലി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിസിക്സിൽ എന്താണ് അതിന്റെ പ്രാധാന്യം എന്നാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. When you can measure what you are speaking about and express it in numbers, you know something about it. But when you cannot measure it, when you cannot express it in numbers, your knowledge is of meager and unsatisfactory kind. If you cannot measure it, you cannot improve it. These words are of Lord Kelvin. അതിൽ നിന്ന് തന്നെ മെഷർമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അളവുകളിലൂടെ നമ്പേഴ്സ് ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം. നിങ്ങൾക്ക് സംഖ്യകളിലൂടെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അളക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ദിസ് വേർഡ് സിഗ്നിഫൈ ദ നീഡ് ഓഫ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഷർമെന്റ് ഇൻ ഫിസിക്സ്. A measurement is a quantitative description of one or more fundamental properties compared to a standard. It is the process of finding the length, size or quantity of a substance. ഏതൊരു ക്വാണ്ടിറ്റിയുടെയും അല്ലെങ്കിൽ ഏതൊരു പ്രതിഭാസത്തിന്റെയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യവുമായി കമ്പയർ ചെയ്തുകൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് എ മെഷർമെന്റ്. ലെങ്ത്, സൈസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതൊക്കെ മെഷർമെന്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. നീഡ് ഫോർ മെഷർമെന്റ്. എന്താണ് മെഷർമെന്റിന്റെ ആവശ്യകത? ഇൻ സയന്റിഫിക് മെത്തേഡ് മെഷർമെന്റ് ഷുഡ് ബി ടേക്കൺ റിലേറ്റഡ് ടു ദ പ്രോബ്ലം ഓർ ദ ഫിനോമിനൻ ഇൻ ഓർഡർ ടു റീച്ച് അറ്റ് ദ ഹൈപ്പോത്തസിസ്. നമ്മൾ സയന്റിഫിക് മെത്തേഡിന്റെ വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ പറഞ്ഞിരുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈയിങ് ദ പ്രോബ്ലം അല്ലെങ്കിൽ ഡിഫൈനിങ് ദ പ്രോബ്ലം അല്ലെ, ഒബ്സർവേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കളക്ടിങ് ഡാറ്റ അബൌട്ട് ദ പ്രോബ്ലം, അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് അനലൈസ് ദ ഡാറ്റ, ആ ഡാറ്റയെ അനലൈസ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് ആ ഹൈപ്പോത്തസിസിനെ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാൻ നമുക്ക് എക്സ്പെരിമെന്റ് നടത്തിയേ തീരൂ. എക്സ്പെരിമെന്റ് നടത്തുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയും ആ ഡാറ്റ അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫിനോമിനനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള മെഷർമെന്റ്സ് നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമായി വരുന്നു. ഇൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് ഷുഡ് ബി കണ്ടക്ടഡ് ആൻഡ് ദീസ് എക്സ്പെരിമെന്റ്സ് റിക്വയർ സം മെഷർമെന്റ്സ് ടു ബി മെയ്ഡ്. സയൻസിലായാലും എഞ്ചിനീയറിംഗിലായാലും എക്സ്പെരിമെന്റ്സ് നടത്തുകയും ആ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് നമ്മൾ ന്യൂമറിക്കലായിട്ട് റെക്കോർഡ് ചെയ്യാൻ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. They are called measurements. So physics is a science of measurement. മെഷർമെന്റ് ഇല്ലാണ്ട് ഫിസിക്സ് ഇല്ല, അല്ലെങ്കിൽ ഫിസിക്സിലെ ഏതൊരു കാര്യത്തിനും മെഷർമെന്റ് ഉണ്ടായിരിക്കും. ടൈപ്പ് ഓഫ് മെഷർമെന്റ്സ്. ഏതെല്ലാം രീതിയിലാണ് മെഷർമെന്റ്സ് ഉള്ളത് നോക്കൂ. ഡിപ്പെൻഡിംഗ് ഓൺ ദ മെത്തേഡ് മെഷർമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. നമ്മൾ അളക്കുന്ന സമ്പ്രദായം അനുസരിച്ചിട്ട് ഒന്ന് ഡയറക്റ്റ് മെഷർമെന്റ്, രണ്ടാമത് ഇൻഡയറക്റ്റ് മെഷർമെന്റ്. എന്താണ് ഡയറക്റ്റ് മെഷർമെന്റ്? When measurements are taken directly using tools, instruments or other calibrated measuring devices, they are called direct measurements. ഏതൊരു ഉപകരണം ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ആ മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മൾ ടേബിളിന്റെ ലെങ്ത് അളക്കുകയാണ്. ആ ടേബിളിന്റെ ലെങ്ത് അളക്കാൻ നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചാൽ മതി. ആ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ടേബിളിന്റെ ലെങ്ത് അളക്കാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് മെഷർമെന്റ് ഇസ് നോൺ ആസ് ഡയറക്റ്റ് മെഷർമെന്റ്. ഒരു ഉപകരണത്തിന് സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന മെഷർമെന്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇൻഡയറക്റ്റ് മെഷർമെന്റ്? When measurements must be done through a formula or other calculations, the measurement is called indirect measurement. ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു ഉപകരണത്തെ സഹായത്തോടെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ചില ഇക്വേഷൻസ് സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരോക്ഷമായ രീതികളിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് എർത്തിന്റെ റേഡിയസ് കാണാം. എർത്തിന്റെ റേഡിയസ് കാണാൻ നമുക്ക് സ്കെയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ മറ്റെന്തെങ്കിലും മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എർത്തിന്റെ റേഡിയസ് കാണാം. അത്തരത്തിലുള്ള മെഷർമെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡയറക്റ്റ് മെഷർമെന്റ്. അപ്പൊ രണ്ട് രീതിയിലാണ് മെഷർമെന്റ്സ് ഉണ്ടാവുക, ഡയറക്റ്റ് മെഷർമെന്റും ഇൻഡയറക്റ്റ് മെഷർമെന്റും. ഡയറക്റ്റ് മെഷർമെന്റ് ആണെങ്കിൽ നമുക്കൊരു ഉപകരണം ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ സഹായമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡയറക്റ്റ് മെത്തേഡുകളോ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്.
Now, quantity. What do you mean by a quantity? Anything that can be measured is called a quantity. അളക്കാൻ പറ്റുന്ന എന്തിനെയും നമുക്ക് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. If it is measured with an instrument, then it is called a physical quantity. ഒരു ഉപകരണം ഉപയോഗിച്ചാണ് നമ്മൾ അളക്കുന്നുണ്ടെങ്കിൽ that is called a physical quantity. Physical quantities are classified into two: fundamental quantity and derived quantity. ഇവിടെ അളക്കാൻ പറ്റുന്ന എന്തിനെയും നമുക്ക് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഒരാളുടെ സ്നേഹം അളക്കാൻ പറ്റുമോ? ഒരാളുടെ ദേഷ്യം അളക്കാൻ പറ്റുമോ? ഒരാളുടെ ബുദ്ധി അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് എ ക്വാണ്ടിറ്റി. അപ്പൊ ഒരാളുടെ ബുദ്ധി അളക്കാൻ പറ്റുമെങ്കിൽ അതിനൊരു ഉപകരണം ഉണ്ടെങ്കിൽ, ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ഒരാളുടെ ബുദ്ധി അളക്കുന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയായി മാറുന്നു. ഒരാളുടെ ദേഷ്യം അളക്കാൻ നമുക്കൊരു ഉപകരണം ഉണ്ടെങ്കിൽ അത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആവും. ദേഷ്യം അളക്കാൻ നമുക്ക് ഉപകരണം ഇല്ല അല്ലേ? അതിനൊരു ക്വാണ്ടിറ്റി ആണോ? നമുക്ക് ഒരു വ്യക്തിയുടെ തന്നെ രണ്ട് സിറ്റുവേഷനിലുള്ള രണ്ട് വ്യക്തികളോട് അയാൾ ദേഷ്യപ്പെടുന്നത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ വ്യക്തിയോട് ദേഷ്യം കുറച്ചുണ്ടായിരുന്നുള്ളൂ, മറ്റു വ്യക്തിയോട് കൂടുതൽ ദേഷ്യത്തോട് സംസാരിക്കുന്നുണ്ടു. അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ദേഷ്യമുള്ള അയാളുടെ ഒരു മൂഡ് കമ്പയർ ചെയ്യാനാണ് സാധിക്കുക. രാഷ്ട്രീയങ്ങളോട് അളക്കുകയല്ല ചെയ്യുന്നത്, മെഷർ ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ അതിനൊരു കമ്പാരിസൺ നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു സുഗന്ധം, ഒരു പൂവിൽ നിന്ന് വരുന്ന സുഗന്ധം നമ്മൾ പറയുന്നു നല്ല ഗന്ധമാണ്. മറ്റൊരു വസ്തുവിൽ നിന്ന്, വേസ്റ്റിൽ നിന്ന്, പാഴ്വസ്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ വേസ്റ്റിൽ നിന്ന് വരുന്ന, ചവറിൽ നിന്ന് വരുന്ന ഗന്ധം നമുക്കത് മനമടുപ്പിക്കുന്നതാവാം. നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നു. ആക്ച്വലി നമ്മൾ അളക്കുകയാണ്, പക്ഷെ അളക്കുമ്പോൾ തന്നെ അവിടെ ആക്ച്വലി ഡയറക്റ്റ് ആയിട്ടല്ല അളക്കുന്നത്. നമ്മളതിനെ സുഗന്ധം എന്നും ദുർഗന്ധം എന്നും വേർതിരിക്കുമ്പോൾ നമ്മൾ കമ്പാരിസൺ ആണ്. അത് നമുക്കുണ്ടാക്കുന്ന ഒരു മൂഡ് ചേഞ്ച് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉപകരണത്തിന്റെ സഹായത്തോടെ അല്ല നമ്മൾ അളക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉപകരണത്തിന്റെ സഹായത്തോടുകൂടി വിലയിരുത്തുന്നതിന് മാത്രമേ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് രണ്ടെണ്ണമായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, മറ്റേത് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? Physical quantities which do not depend on other quantities and which cannot be simplified further are called fundamental quantities or base quantities. അടിസ്ഥാനമായ അളവുകൾ അല്ലെ? ഫണ്ടമെന്റൽ വാക്കിന്റെ അർത്ഥം അടിസ്ഥാനമായതാണ്, ബേസ്. അപ്പോ ഏറ്റവും ബേസിക് ആയതുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ക്വാണ്ടിറ്റീസ്, മറ്റു ക്വാണ്ടിറ്റികളുമായി ബന്ധമില്ലാത്തതും അതിനെ കൂടുതലായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്തില്ലെങ്കിൽ, കൂടുതലായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം ക്വാണ്ടിറ്റീസ് വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ ആയിട്ട് ലെങ്ത്, മാസ്, ടൈം തുടങ്ങിയവ. ഇപ്പോ ലെങ്ത് അളക്കാൻ നമുക്ക് സ്കെയിൽ ഉണ്ട്, സ്കെയിൽ കൊണ്ട് ലെങ്ത് അളക്കാൻ പറ്റും. ലെങ്ത് അളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ഉപകരണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു ക്വാണ്ടിറ്റിയുടെയോ സഹായം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. സോ ലെങ്ത്, മാസ്, ടൈം തുടങ്ങിയ ക്വാണ്ടിറ്റികൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താണ് derived quantities? Physical quantities which depend on two or more other quantities and can be expressed in terms of fundamental quantities are called derived quantities. രണ്ടോ അതിൽ കൂടുതലോ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എഴുതാൻ സാധിക്കുകയും ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് derived quantity. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന പുതിയ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് derived quantity. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെൻസിറ്റി. ഡെൻസിറ്റി നമുക്കറിയാം, മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അളക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ വോളിയം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. ആ വോളിയം ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ മാസ് ബൈ വോളിയം സ്വാഭാവികമായിട്ടും ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നിശ്ചിത സമയത്ത് സഞ്ചരിച്ച ദൂരമാണ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സ്പീഡിന്റെ ഇക്വേഷനിൽ രണ്ട് ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്, ഡിസ്റ്റൻസും വരുന്നുണ്ട്, ടൈമും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീഡ് ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെയാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോഴ്സും ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഇനി എന്താണ് യൂണിറ്റ്സ്? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അല്ലേ? മെഷർമെന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് യൂണിറ്റ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആസ് എൻ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇതിന്റെയൊക്കെ ഡെഫിനേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് മെഷർമെന്റ്, എന്താണ് യൂണിറ്റ്സ് എന്നൊക്കെ. ഫർദർ ഈ ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം ആസ് എൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം.
To measure physical quantity, a standard quantity of the same kind is used. This chosen standard quantity is called a unit. Measurement without unit has no meaning. To measure physical quantity, a standard quantity of the same kind is used. നമ്മളൊരു ക്വാണ്ടിറ്റി അളക്കുമ്പോൾ അതേ തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുണ്ട്. ദാറ്റ് ഇസ് കാൾഡ് എ യൂണിറ്റ്. യൂണിറ്റ് നമുക്ക് പല രീതിയിൽ എടുക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കിണർ കുഴിക്കുന്ന ആൾക്കാർ കിണർ കുഴിക്കുമ്പോൾ കിണറിന്റെ ഓരോ പടവുകൾ താഴത്തേക്ക് കുഴിച്ചു പോകുമ്പോൾ അവര് കോല് കണക്കിലാ പറയാം. 10 കോല് 15 കോല് ആ രീതിയിൽ കോല് കണക്കിലാ പറയാം. അപ്പോൾ അതിന്റെ ഓരോരോ സ്റ്റെപ്പ് പടവുകൾ താഴത്തേക്ക് വെട്ടി പോകുമ്പോൾ ഒരു പ്രത്യേക അളവുകോൽ ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിസ്റ്റൻസ് ക്രമീകരിക്കുന്നത്. അപ്പൊ അത് അവരുടെ ഒരു യൂണിറ്റ് ആണ്. ഇതേപോലെ ഏത് കാര്യം നമുക്കൊരു യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മറ്റേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ദൂരം അളക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു റൂമിന്റെ നീളം അളക്കണം. അപ്പോൾ റൂമിന്റെ നീളം അളക്കാൻ നമ്മുടെ കയ്യിൽ സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ തൽക്കാലം ഒരു വഴി എടുക്കുന്നു, സ്റ്റിക്ക് എടുക്കുന്നു. ആ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് റൂമിന്റെ നീളം അളക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റിക്കിന്റെ എത്ര മടങ്ങാണ് ആ റൂമിന്റെ നീളം എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി മെഷർ ചെയ്യണത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് ആ സ്റ്റിക്കിന്റെ നീളമാണ്. പിന്നീട് സ്റ്റിക്കിന്റെ നീളം എത്ര ഉണ്ടെന്ന് ആക്ച്വലി അളന്നാൽ മതി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ദ റെഫറൻസ് സ്റ്റാൻഡേർഡ് ഇസ് നോൺ ആസ് എ യൂണിറ്റ്. ഓക്കെ, ഇങ്ങനെ യൂണിറ്റ് ഇല്ലാണ്ട് ഒരു മെഷർമെന്റ് സാധിക്കില്ല. ഇങ്ങനെ റെഫറൻസ് സ്റ്റാൻഡേർഡ് ഇല്ലാണ്ട് ഒരു മെഷർമെന്റും സാധിക്കില്ല. സോ ഈച്ച് ആൻഡ് എവറി മെഷർമെന്റ് ഷുഡ് ഇൻക്ലൂഡ് എ യൂണിറ്റ്. മെഷർമെന്റ് ഇസ് ദസ് ദ കമ്പാരിസൺ ഓഫ് അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് എ നോൺ ഫിക്സഡ് യൂണിറ്റ് ക്വാണ്ടിറ്റി. അപ്പൊ മെഷർമെന്റിന്റെ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അത് എന്തോടെ കമ്പയർ ചെയ്യുന്നു, അറിയുന്ന ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നു. സോ മെഷർമെന്റ് ഇസ് ദസ് ദ കമ്പാരിസൺ ഓഫ് അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് എ നോൺ ഫിക്സഡ് യൂണിറ്റ് ക്വാണ്ടിറ്റി. Every measurement includes 2 parts. എല്ലാ അളവുകളും എല്ലാ മെഷർമെന്റ്സിനും 2 പാർട്സ് ഉണ്ട്. ഏതെല്ലാം നമ്മൾ നോക്കി നോക്കൂ. ഒന്ന്, ദ യൂണിറ്റ് ഇൻ വിച്ച് ദ ക്വാണ്ടിറ്റി ഇസ് മെഷേർഡ്. നമ്മൾ പറഞ്ഞു യൂണിറ്റ് ഇല്ലാണ്ട് ഒരു മെഷർമെന്റും ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ യൂണിറ്റ് നിർബന്ധമാണ്. ദ യൂണിറ്റ് ഇൻ വിച്ച് ദ ക്വാണ്ടിറ്റി ഇസ് മെഷേർഡ്. രണ്ടാമത്തേത് ന്യൂമറിക്കൽ വാല്യൂ. എത്ര പ്രാവശ്യം യൂണിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഒരു റൂമിന് അളക്കുകയാണെങ്കിൽ, റൂമിന്റെ ലെങ്ത് അളക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സ്കെയിൽ ഇല്ല, പക്ഷെ നമ്മുടെ കയ്യിൽ സ്റ്റിക്കേ ഉള്ളൂ. ആ സ്റ്റിക്കിന്റെ എത്ര മടങ്ങാണ് റൂമിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ആ സ്റ്റിക്കിന്റെ നീളമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള യൂണിറ്റ്, റെഫറൻസ് സ്റ്റാൻഡേർഡ്. അങ്ങനത്തെ ആ സ്റ്റിക്കിന്റെ എത്ര മടങ്ങ് നീളം വരുന്നുണ്ട് റൂമിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ അതാണ് ഒരു നമ്പർ, ഒരു ന്യൂമറിക്കൽ വാല്യൂ. ദി ന്യൂമറിക്കൽ വാല്യൂ എക്സ്പ്രസസ് ഹൗ മെനി ടൈംസ് ദ യൂണിറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇങ്ങനെ 2 പാർട്സ് എല്ലാ മെഷർമെന്റും ഉണ്ടായിരിക്കും. Magnitude of physical quantity, which is represented as Q, is equal to numerical value of physical quantity, which is represented as N, into size of its unit, which is represented as U. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി Q ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള യൂണിറ്റ് U ആണെങ്കിൽ എത്ര ആവശ്യം ആ യൂണിറ്റ് വരുന്നുണ്ട് ആ മെഷർമെന്റിലുള്ള N ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Q is equal to NU, where Q is the physical quantity, length ആണെങ്കിൽ ലെങ്ത്, U is the unit. ആ ലെങ്ത് അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അളവ്. അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളതാണ് എന്ത് N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ Q equal to NU. Q equal to NU എന്നുള്ളതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത് ഇസ് 6 മീറ്റർ, 6 മീറ്റർ ആണ് ലെങ്ത് വിചാരിക്കും. അതേ ലെങ്ത് തന്നെ നമുക്ക് ലെങ്ത് ഇസ് 600 സെന്റിമീറ്റർ, 600 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഒരേ ലെങ്ത് ആണ് നമ്മൾ 6 മീറ്റർ എന്നും 600 സെന്റിമീറ്റർ എന്ന് എഴുതിയിട്ടുള്ളത്. 6 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ ആണ്, മീറ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. 600 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ ആണ്, സെന്റിമീറ്റർ എന്ന് പറയുന്നതും യൂണിറ്റ് ആണ്. പക്ഷെ ആദ്യത്തെ മെഷർമെന്റിൽ 6 ആണ് ന്യൂമറിക്കൽ വാല്യൂ, രണ്ടാമത്തെ മെഷർമെന്റിൽ 600 ആണ് ന്യൂമറിക്കൽ വാല്യൂ, 600 ആണ് ന്യൂമറിക്കൽ വാല്യൂ. യൂണിറ്റോ മീറ്ററും സെന്റിമീറ്റർ ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇവിടുന്ന് കാര്യം മനസ്സിലായിട്ടുണ്ട്. Larger the magnitude of unit selected, smaller is the numerical value of the physical quantity. സെന്റിമീറ്റർ ചെറിയ യൂണിറ്റ് ആണ് നമുക്കറിയാം, 100 സെന്റിമീറ്റർ കൂടുമ്പോൾ മീറ്റർ ആവാൻ നമുക്കറിയാം, മീറ്റർ വലിയ യൂണിറ്റ് ആണ് നമുക്കറിയാം. യൂണിറ്റ് വലുതാവുമ്പോൾ അതുകൊണ്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ ചെറുതാവുന്നു, യൂണിറ്റ് ചെറുതാകുമ്പോൾ അതുകൊണ്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ വലുതാവുന്നു. ഒരേ മെഷർമെന്റ് തന്നെ നമ്മൾ 2 രീതിയിൽ എഴുതുമ്പോൾ യൂണിറ്റ് വലുതാവും തോറും ന്യൂമറിക്കൽ വാല്യൂ ചെറുതാവുന്നു, യൂണിറ്റ് ചെറുതാവും തോറും ന്യൂമറിക്കൽ വാല്യൂ വലുതാവുന്നു.
ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് യൂണിറ്റ്. ഇങ്ങനെ യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്താണ്? നേരത്തെ പറഞ്ഞ റൂം അളക്കുമ്പോൾ നമുക്ക് റൂം അളക്കാൻ സ്കെയിൽ കിട്ടിയില്ല, പെട്ടെന്ന് ഒരു സ്റ്റിക്ക് എടുത്തിട്ടാണ് അളന്നത്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുമോ? നമുക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് എടുക്കാൻ പറ്റുമോ? അല്ല അതിന് ക്രൈറ്റീരിയ ഉണ്ടോ? ദ സെലക്ഷൻ ഓഫ് എ യൂണിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്വാണ്ടിറ്റി അണ്ടർ കൺസിഡറേഷൻ. ആദ്യത്തെ ക്രൈറ്റീരിയ ഇതാണ്. നമുക്ക് അളക്കേണ്ട ക്വാണ്ടിറ്റി എന്താണോ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അത് എത്രത്തോളം വലുതാണ് എത്രത്തോളം ചെറുതാണെന്നുള്ള ഒരു കമ്പാരിസൺ നമുക്ക് അറിയണം. അത് വെച്ചിട്ട് നമ്മൾ യൂണിറ്റ് സെലക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ആയിട്ട് രണ്ട് പട്ടണങ്ങൾ തമ്മിലുള്ള ദൂരം, രണ്ട് നഗരങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ നമ്മൾ സാധാരണ സെന്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ പറയില്ല, ദൂരം കിലോമീറ്ററിലാണ് പറയാം അല്ലെ. രണ്ട് നഗരങ്ങൾ തമ്മിലുള്ള ദൂരം നമ്മൾ സാധാരണ പറയാ കിലോമീറ്ററിലാണ് പറയാം. അതേസമയം നമ്മൾ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അളക്കുമ്പോഴോ മില്ലിമീറ്ററിലാണ് പറയുക അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അളക്കേണ്ട ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ യൂണിറ്റ് സെലക്ട് ചെയ്യാൻ. The unit should be neither too small nor too big in comparison with the physical quantity we measured. അടുത്ത ക്രൈറ്റീരിയ എന്താണ്? നമ്മൾ യൂണിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ യൂണിറ്റ് വളരെ വലുതും ആവരുത് എന്നാൽ വളരെ ചെറുതും ആവരുത്. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സൈസിലാവണം. ഒരാൾ ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യാൻ മില്ലിമീറ്ററിൽ പറയാറില്ല, സെന്റിമീറ്ററിൽ വേണമെങ്കിൽ പറയാം, മീറ്ററിൽ വേണമെങ്കിൽ പറയാം. ഹൈറ്റ് നമ്മൾ ഒരിക്കലും കിലോമീറ്ററിൽ പറയാറില്ല, അത് മീറ്ററോ സെന്റിമീറ്ററോ മതി, ശരിയല്ലേ? അപ്പൊ അതുപോലെ തന്നെ മറ്റ് ഏത് മെഷർമെന്റ് ആണെങ്കിലും ആ ക്വാണ്ടിറ്റി അളക്കാൻ വലിയ യൂണിറ്റോ ചെറിയ യൂണിറ്റോ ഏതാണ് എടുക്കേണ്ടത്, ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഒരുപാട് വലുതോ ഒരുപാട് ചെറുതോ ആവരുത്, സൂട്ടബിൾ ആയിട്ടുള്ളതാവണം. ഫോർ ആക്യുറേറ്റ് മെഷർമെന്റ് സ്മോളർ യൂണിറ്റ് ഷുഡ് ബി യൂസ്ഡ്. ഈ കാര്യം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് മെഷർമെന്റ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ചെറിയ യൂണിറ്റ് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ലെങ്ത് മെഷർ ചെയ്യാണ്. ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റഫ് ഐഡിയ മതി. എത്ര മീറ്റർ, ഇപ്പോൾ ഒരു ടേബിളിന്റെ ലെങ്ത് അളക്കുകയാണ്. ആ ടേബിളിന്റെ ലെങ്ത് അളക്കുമ്പോൾ ആ ടേബിളിന്റെ ലെങ്ത് എത്ര മീറ്റർ ഉണ്ട് എന്നുള്ള റഫ് ആയിട്ട് ഐഡിയ കിട്ടിയാൽ മതിയെങ്കിൽ നമ്മളൊരു ടേപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ടേപ്പ് ജസ്റ്റ് മീറ്റർ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂണെങ്കിൽ നമുക്ക് ഏകദേശം ധാരണ കിട്ടും. 1 മീറ്റർ 2 മീറ്റർ 2 മീറ്ററിന് 3 മീറ്ററിന് ഇടയിലാണെന്നുള്ള ധാരണ കിട്ടും. പക്ഷെ കൃത്യമായിട്ട് ടേബിൾ എത്ര മീറ്റർ ഉണ്ട്, എത്ര സെന്റിമീറ്റർ ഉണ്ട്, എത്ര മീറ്ററും എത്ര സെന്റിമീറ്റർ എത്ര മില്ലിമീറ്ററും ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ വളരെ ചെറിയ യൂണിറ്റുകൾ സെലക്ട് ചെയ്യേണ്ടി വരും. വിച്ച് മീൻസ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സിന് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക ചെറിയ യൂണിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ അളക്കുമ്പോൾ മീറ്റർ മാത്രം പറഞ്ഞാൽ മതിയാവില്ല, സെന്റിമീറ്റർ പറയേണ്ടി വരും. 1 മീറ്റർ കഴിഞ്ഞിട്ട് 2 മീറ്റർ ആവുന്നതിന് മുമ്പ് എത്ര സെന്റിമീറ്റർ ഉണ്ട്, അവിടെ എത്ര മില്ലിമീറ്റർ ഉണ്ട്, കൃത്യമായിട്ട് പറയേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ യൂണിറ്റുകളോട് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. സോ ഫോർ ആക്യുറേറ്റ് മെഷർമെന്റ് സ്മോളർ യൂണിറ്റ് ഷുഡ് ബി യൂസ്ഡ്. Then characteristics of a standard unit. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കണം? 1. It should be well defined. കൃത്യമായിട്ട് നിർവചിച്ചാവണം. ഞാനൊരു യൂണിറ്റ് എടുത്തു, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വീണ്ടും പറയാണ്. ഒരു റൂമിന്റെ ലെങ്ത് അളക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്റെ കയ്യിൽ സ്കെയിലോ അല്ലെങ്കിൽ ടാപ്പോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം കിട്ടിയിട്ടുള്ള സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അളന്നു എന്ന് പറയുമ്പോൾ ആ സ്റ്റിക്കിന്റെ നീളം എത്രയാണ് ആക്ച്വലി ഉള്ളത്, ഞാൻ എടുത്ത യൂണിറ്റ് എത്രയാണുള്ളത്, ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. വേറെ ആളും അതേ സ്റ്റിക്ക് ഉപയോഗിച്ച് ഞാൻ അളക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അറിയണം എത്രയാണ് അതിന്റെ ലെങ്ത് എന്നുള്ളത്. സോ എനിക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയണം, എനിക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയണം ഞാൻ ഉപയോഗിച്ച യൂണിറ്റ് ഏതാണെന്നുള്ളത്. ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഷുഡ് ബി ഓഫ് പ്രോപ്പർ സൈസ്. അപ്പൊ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് ആ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാവണം. നേരത്തെ പറഞ്ഞു സിറ്റീസ് തമ്മിലുള്ള നഗരങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ കിലോമീറ്റർ ആണ് ഉപയോഗിക്കുക, പക്ഷേ ഒരാളുടെ ഹൈറ്റ് അളക്കാൻ കിലോമീറ്ററിനുള്ള യൂണിറ്റ് ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ആ യൂണിറ്റ് സിറ്റുവേഷൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സാഹചര്യത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രോപ്പർ സൈസ് ഉള്ളതാവണം. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ഇംപെരിഷബിൾ. ഇംപെരിഷബിൾ എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് അപ്ലൈ ചെയ്തു, കുറച്ചു കാലം കഴിയുമ്പോൾ ആ യൂണിറ്റ് നിലവിലില്ല, ആ യൂണിറ്റ് ഒഴിവാക്കുകയാണ്, നമുക്ക് വേണ്ട എന്ന് പറയാണ്. അതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത മെഷർമെന്റ് ഒക്കെ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയാം, ആ യൂണിറ്റ് ഇല്ലെങ്കിൽ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വീണ്ടും പറയുന്നു, ആ റൂമിന്റെ ലെങ്ത് അളക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം സ്റ്റിക്ക് എടുത്തു. ആ സ്റ്റിക്ക് എടുത്ത റൂമിന്റെ ലെങ്ത് അളന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു 4 പ്രാവശ്യം ആ സ്റ്റിക്കിന്റെ 4 മടങ്ങാണ് ആ റൂമിന്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. തൽക്കാലം മനസ്സിലാക്കി ഞാൻ ആ സ്റ്റിക്ക് വലിച്ചെറിഞ്ഞു, അത് ഉപയോഗിക്കുന്നില്ല. നെക്സ്റ്റ് റൂമിന്റെ ലെങ്ത് അളക്കാൻ ഞാൻ വേറെ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമ്പാരിസന്റെ കയ്യിൽ എനിക്ക് ലെങ്ത് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഞാൻ കമ്പയർ ചെയ്യുക, ആദ്യത്തെ യൂണിറ്റ് ഞാൻ നശിപ്പിച്ചു കളഞ്ഞു, ആദ്യത്തെ യൂണിറ്റിന്റെ അടുത്ത് ഇല്ല. ആ റെഫറൻസിനുള്ള ചൂസ് ആൻഡ് സ്റ്റാൻഡേർഡ് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതേ സ്റ്റാൻഡേർഡിൽ തന്നെ രണ്ടാമത്തെ റൂമും മെഷർ ചെയ്താൽ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ റൂമിന്റെ ലെങ്ത് മെഷർ ചെയ്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ വിച്ച് റൂം ഈസ് ലാർജർ എന്നുള്ളത്.
ഏത് റൂമിന്റെ ലെങ്ത് ആണ് കൂടുതൽ കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. സോ ദ യൂണിറ്റ് ഷുഡ് ബി ഇംപെറിഷബിൾ. ഇറ്റ് ഷുഡ് ബി ഈസിലി അവൈലബിൾ. ഏതൊരാൾക്കും മെഷർമെന്റിന് ഈസി ആയിട്ട് അവൈലബിൾ ആവണം. ഞാൻ ഉപയോഗിച്ചുള്ള സ്റ്റിക്ക്, ആ റൂമിൽ ലെങ്ത് അളക്കാൻ വേണ്ടി ഉപയോഗിച്ച സ്റ്റിക്ക് എന്റെ കയ്യിലുള്ളതാണ്. മറ്റൊരാൾക്ക് റൂമിൽ ലെങ്ത് അളക്കാൻ ഞാൻ അയാൾക്ക് സ്റ്റിക്ക് കൊടുത്താലേ അയാൾക്ക് ലഭിക്കുള്ളൂ. എന്റെ യൂണിറ്റ് ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കിയുള്ള യൂണിറ്റ് ആണത്, അല്ലേ? അങ്ങനെ ആവരുത് ഏതൊരു യൂണിറ്റും. ഏതൊരു മെഷർമെന്റിനും ഏത് വ്യക്തിക്കും ആ യൂണിറ്റ് ഈസിലി അവൈലബിൾ ആവണം. ഷുഡ് ബി ഈസിലി അവൈലബിൾ. അത്തരത്തിലുള്ള യൂണിറ്റുകളെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. യു ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് പ്ലേസ് ആൻഡ് ടൈം. സ്ഥലത്തിനും സമയത്തിനും അനുസരിച്ചിട്ട് അത് മാറാൻ പാടില്ല. ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന യൂണിറ്റ് മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അല്പകാലം കഴിഞ്ഞതിന് ശേഷം ആ യൂണിറ്റിന് വാല്യൂ മാറ്റം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലത്തും സെയിം വാല്യൂ ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ആ മെഷർമെന്റിന് ഒരു വാലിഡിറ്റി ഉള്ളൂ. മറ്റേ നോക്കി നോക്കൂ, ഞാനിപ്പോ ഒരു മെഷർമെന്റ് എടുത്തു, ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട മെഷർമെന്റ് റെക്കോർഡ് ചെയ്ത് വെച്ചു. അല്പകാലം കഴിയുമ്പോൾ ആ യൂണിറ്റിന്റെ വാല്യൂ മാറുകയാണ്. അത് മറ്റൊരു സ്ഥലത്ത് മറ്റു രാജ്യത്ത് ആ യൂണിറ്റ് ഡിഫൈൻ ചെയ്യുന്ന വേറെ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത എക്സ്പെരിമെന്റ് അതുമായിട്ടുള്ള മെഷർമെന്റിനൊക്കെ വാലിഡിറ്റി ഉണ്ടാവില്ല. സോ ദ യൂണിറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് പ്ലേസ് ആൻഡ് ടൈം. ലാസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഈസിലി റീപ്രൊഡ്യൂസിബിൾ. ആർക്കും എപ്പോഴും ആ യൂണിറ്റ് പുനരുപയോഗിക്കാൻ സാധിക്കണം. പുനരുപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മെഷർമെന്റ് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ യൂണിറ്റിന് മറ്റൊരു മെഷർമെന്റിന് ഉപയോഗിക്കാൻ സാധിക്കണം. അല്ലാതെ ആ ഒരു മെഷർമെന്റുമായി ബന്ധപ്പെട്ട് ആ യൂണിറ്റ് തീർന്നു പോകരുത്, നശിച്ചു പോകരുത്. അതാണ് ആദ്യം പറഞ്ഞ ഇംപെറിഷബിൾ എന്ന് പറഞ്ഞത്. നശിച്ചു പോകരുത്. അത് വീണ്ടും പുനരുപയോഗിക്കാൻ സാധിക്കത്തക്ക രീതിയിലാവണം ആ യൂണിറ്റ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിർവചനം അതിന് ആവശ്യമാണെന്ന് അർത്ഥം. നമ്മൾ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് താൽക്കാലികമായിട്ട് നിർമ്മിച്ചു, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെലക്ട് ചെയ്തു. ആ മെഷർമെന്റ് കഴിഞ്ഞോട് കൂടിയിട്ട്, ആ എക്സ്പെരിമെന്റ് കഴിഞ്ഞോട് കൂടിയിട്ട് ആ റെഫറൻസ് സ്റ്റാൻഡേർഡ് നശിച്ചു പോയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലുള്ള റെഫറൻസ് സ്റ്റാൻഡേർഡ് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കും. അതേപോലെ നമുക്ക് ഈസി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. എന്നാലും മാത്രമേ അത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. Then there are two types of units. നമുക്കാണ് രണ്ട് തരത്തിലുള്ള യൂണിറ്റ്സ് നമുക്ക് പറയാം. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താണ്? These units are associated with fundamental quantities. Units of fundamental quantities are called fundamental units. Example, meter, kilogram, second, etc. Length എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുമായി ബന്ധമുള്ളതാണ് മീറ്റർ. മാസുമായി ബന്ധപ്പെട്ടാണ് കിലോഗ്രാം. ടൈമുമായി ബന്ധപ്പെട്ടാണ് സെക്കൻഡ്. The second one is derived unit. Units of derived quantities are called derived units. Derived quantityയുമായി അസോസിയേറ്റ് ചെയ്ത യൂണിറ്റുകളാണ് derived units എന്ന് വിളിക്കുക. മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ലെങ്ത് ആണ്, ഏരിയയുടെ യൂണിറ്റ് ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്, മാസ് ബൈ വോളിയാണ്. മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്തരം യൂണിറ്റുകളെ, ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മീറ്ററും സെന്റിമീറ്ററും കിലോമീറ്ററും ഒക്കെ ലെങ്ത് അളക്കുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ വ്യത്യസ്തമായ യൂണിറ്റുകളുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള യൂണിറ്റുകൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇത്തരം യൂണിറ്റുകൾ നമുക്ക് സിസ്റ്റമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. ആ സിസ്റ്റമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിൽ ഇന്ന യൂണിറ്റുകളാണ് ഉപയോഗിക്കുക. സോ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചിട്ടും ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കുന്ന സിസ്റ്റത്തെ കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.